നമ്മൾ ചേട്ടൻ എയർപോർട്ടിൽ ബൈ പറയാൻ പോവുകയാണ്. ആക്ച്വലി ഐ ആം ലിറ്റിൽ സാഡ്. എനിക്കെന്തോ പോകണം എന്നില്ല ആൻഡ് പോകണം എന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അച്ചു കരയോ നീ? നോ ചാൻസ്. കരയാനാ നമ്മൾക്കുട്ടൻ എല്ലാ ആഴ്ച വീഡിയോ കോൾ ചെയ്യില്ലേ നമ്മൾക്കുട്ട? അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേട്ടനൊക്കെ ആക്ച്വലി നമ്മുടെ ബാക്കിലാണ്. പാലാരോട്ട് എത്തിയപ്പോഴാണ് ആൻഡ് ലൊക്കേഷൻ നമ്മളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ തൊട്ട് പുറകിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് സ്പോട്ടിൽ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു സ്പോട്ടിലാണ് നിർത്തിയത്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ആൻഡ് അവിടെ ചെന്നപ്പം നമുക്കൊരു ടിക്കറ്റൊക്കെ ഉണ്ട് 20 രൂപീസിന്. അതൊക്കെ എടുത്തിട്ടായിരുന്നു. ആദ്യമായിട്ടാ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ടോളൂ ഉള്ളി കയറണം. കണ്ടാച്ചു എയർപോർട്ട് എങ്ങനെയുണ്ട്? സുധി ഞാൻ നോക്ക്, അപ്പൊ ഇങ്ങോട്ട് നോക്ക്. അച്ചു ആദ്യമായിട്ട് വന്നല്ലേ എയർപോർട്ട് കണ്ട് ആസ്വദിക്കണേന്ന്. എപ്പോ വന്ന് വീട്ടിൽ പോവാ. ഞാനങ്ങനെ ചോദിച്ചെങ്കിലും അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നണേ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം, ലൈക്ക് പെട്ടെന്ന് വന്ന് പോയ പോലെ ഒരു ഫീൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ബായ് പറയുമ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ എടുക്കുമ്പോഴും തിരിഞ്ഞ് നോക്കുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഷെടാ അതേ പോണേണല്ല, ഇനിയിപ്പോൾ എപ്പോഴാണ് കാണാൻ പറ്റുക. എന്നാലും ലൈഫ് ഈസ് ലൈക്ക് ദിസ്. ഇതൊക്കെ ഇങ്ങനെയാണ്. ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദിസ്. എന്നാലല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു കോമഡിയൊക്കെ പറഞ്ഞ് വളിപ്പൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സെറ്റാക്കും. ആൻഡ് ഷീസ് ലൈക്ക് എയർപോർട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിൽ.